ഗഡീസ്, നമ്മളങ്ങനെ ഒരു ഔട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ്. ഞങ്ങൾ വീട്ടിൽ കുറച്ച് ബോറടിച്ചൊരു ഈവനിങ് ടൈമിൽ ഇരിക്കുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ അടുത്തുള്ള സ്ഥലം നോക്കി പോയി അവസാനം ഞങ്ങൾ എത്തിയത് ഹൈലൈറ്റ് മോളിലാണ്. അങ്ങനെ ഹൈലൈറ്റ് മോളിലെത്തി ഞങ്ങളവിടെ ഏത് ഡയറക്ഷൻ പോകണമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു പ്ലാനില്ലാണ്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് ഭക്ഷണം ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് വിശന്നു, നമുക്ക് ബോറടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ നൊയമ്പായ കാരണം പിസ്സ ഓർഡർ ചെയ്തു. നല്ല ചൂടോടെ നമുക്ക് ഗാർലിക് ബ്രെഡ് ആദ്യം കിട്ടിയത്. വലിയ ആളായിട്ട് വലിയ തൊടാനുള്ള കൈ നല്ല സുഖമായി പൊള്ളി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മാർഗരീറ്റ പിസ്സ എത്തിക്കഴിഞ്ഞു. അതും ഞങ്ങൾ തുറന്നപ്പോൾ നല്ല ചൂട്, ആ ചീസൊക്കെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കണ ഞങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങനെ ആരാദ്യം കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലെത്തി. കാരണം നല്ല ചൂടാണല്ലോ. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. നല്ല വിശപ്പുമുണ്ട്, പിസയ്ക്ക് നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ കിട്ടിയ ചാൻസിന് പിസയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ തുടങ്ങി. ആകെ അടിച്ചടിപ്പറച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു. അറ്റ് ലാസ്റ്റ് ഇക്കും അടുത്തു ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ പിസ്സ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇക്കു ഡാർലിംഗ് ഒന്ന് ചീസ് വരണ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ വായ്പൊള്ളി പാവം. അങ്ങനെ ചേട്ടൻ ട്രൈ ചെയ്തു. അവസാനം പിസ്സ മഞ്ഞുകൊണ്ടേയിരുന്നു ചീസ്. ഇതെവിടെ നിർത്തണം എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് തോന്നി. അപ്പം ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഇക്കു വീണ്ടും ട്രൈ ചെയ്തു. വായ്പൊള്ളി വീണ്ടും ഒരു ട്രയലിൽ എൻ്റെ വായ്പൊള്ളി ഇത്രയും ചൂടിൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഇക്കു ഇതേ ട്രൈ ചെയ്തു. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും ഒരു ബ്രേക്ക് എടുത്തു. കാരണം നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇങ്ങനെ കുറച്ച് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി വായി നോക്കി നടന്നു. ഞങ്ങളവിടെ ലുലുവിലൊക്കെ കറങ്ങി ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ചോക്ലേറ്റൊക്കെ മേടിച്ച് വിശന്നില്ല, വീണ്ടും വെറുതെ ഒരു തമാശയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കറങ്ങി അങ്ങനെ ഓരോ കടകളിലും നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് ഒരു മാംഗോ ഷേക്ക് കുടിക്കാൻ ആഗ്രഹം വന്നത്. അപ്പം ഞങ്ങൾ ഫ്രഷ് മാംഗോ ഷേക്ക് അന്വേഷിച്ച് വീണ്ടും നടന്നു. ഞങ്ങൾ പോയ ദിവസം ഗുഡ് ഫ്രൈഡേ ആയ കാരണം കുറേ ഷോപ്പുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഹാജലി വരെ എത്തി. അപ്പോൾ കിട്ടിയ ചാൻസിന് വേഗം പോയി ഹാജലിയിൽ പോയിട്ട് ഓർഡർ കൊടുത്ത് എനിക്ക് മാംഗോ ഷേക്ക് കിട്ടി.